നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് ടെസർ സാരികളുടെ കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള ഇപ്പോൾ ഞാൻ ഈ കൊടുത്തിട്ടുള്ള സാരീസിൽ പെട്ടിട്ടുള്ള അതിൻ്റെ കളർ ചേഞ്ചസ് ആണ്. ഇതിങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ വന്നിട്ട് ഓൾ ഓവർ ഈ 9.5 മീറ്ററിലേക്കും ഈ ഒരു വർക്കാണ് വരുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു സ്കാലപ്പോട് കൂടിയിട്ടുള്ള ഈ മെഷീൻ വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത്. ഈ ഒരു ത്രെഡിൽ വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഭംഗിയാക്കി എടുത്തു. ഇതിൽ സാരിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 6950 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 9.5 മീറ്ററിലേക്കാണ് ഈ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ സാരിയുടെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബ്ലൗസിൻ്റെ എൻഡിലോട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോരോ പാറ്റേൺ അനുസരിച്ച് ബോർഡ് നെക്ക് വേണമെങ്കിൽ അങ്ങനെ, ക്ലോസ്ഡ് നെക്ക് വേണമെങ്കിൽ അങ്ങനെ, ജുവൽ നെക്ക്, അത്രയും പാർട്ടി വെയർ ആയിട്ട് നമ്മളുടെ ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ഇതിങ്ങനെ താഴെ പ്ലീറ്റ്സിലേക്കും ഈ ഒരു വിസിബിൾ ആവുന്ന ഈ ഒരു പോർഷനിലേക്കാണ് ഡോട്ട് ഡോട്ടായിട്ട് മിറർ വർക്ക് പോലെ വന്നിട്ടുള്ള ഈ ഒരു വർക്കിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വരുന്ന മറ്റ് കളേഴ്സുകളുടെ വീഡിയോസാണിന്ന്. ഇതൊരു പിങ്ക് കളറിലേക്ക് ഒരു പിങ്ക്, റോസ് പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറിലേക്ക് വന്നിട്ട് ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ഇതിലേക്ക് ഒരു മൗ കളറ് ലൈറ്റായിട്ട് വന്നിട്ടുള്ള വർക്കാണ് വരുന്നത്. ഈ ഒരു വർക്കിനോട് തന്നെ ചേർന്ന് പോകുന്ന ബ്ലൗസ് പീസാണ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷനിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നെക്സ്റ്റ് ഒരു കളർ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ടെസറി തന്നെ വന്നിട്ട് അതിലോട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്. ഫുൾ ബോഡിയിലേക്കും ഈ ഒരു മെഷീൻ വർക്കാണ്. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദേശി ടെസറാണ്. നല്ല ലാസ്റ്റിംഗ് വരുന്ന മെറ്റീരിയലാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴൊന്നും നല്ല സേഫാണ്, മെറ്റീരിയലും സേഫാണ്. പിന്നെ നോർമൽ വാഷ് അല്ല, ടെസർ, പ്യുവർ ടെസർ യൂസ് ചെയ്യുമ്പോൾ വേണ്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്കറിയാലോ. സെറ്റ് ആവുമ്പം അത് ആംപാഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണം. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് പോകാനും, അതോടൊപ്പം തന്നെ വളരെ ക്ലാസി ആൻഡ് എലഗൻ്റ് എന്ന് പറയാം. അത്രയും നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് പീസ് വരുന്നത്. ഒരു ബോട്ടിൽ ഗ്രീനും ഒലിവ് ഗ്രീനും ഒക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു കളറ്. മൗ കളറിൽ വന്നിട്ട് അതിലോട്ട് തന്നെ ഒരു ചിക്കു ഷെയ്ഡിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഒരു ചിക്കു ബിസ്ക്കറ്റ്, ഒരു 2 കളറും കൂടെ വന്നിട്ടുള്ള മെഷീൻ വർക്കാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു കളറിൽ തന്നെയാണ് പ്ലെയിൻ ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഏതൊരു ഒക്കേഷനിലും വളരെ പ്രൗഡിയോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. ഈ ഒരു കളറും വരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ, അത് രണ്ടും കൂടെ മിക്സായി വന്നിട്ടുള്ളൊരു കളറാണ്. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ഇതാണ് ബോർഡർ വരുന്നത്. സാരിക്ക് ചുറ്റും 9.5 മീറ്ററിലോട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് പ്ലെയിൻ ബ്ലൗസ് പീസ് വരുന്നത്. ഹാൻഡ്ലൂം ദേശി ടെസറാണ് വരുന്നത്. ഇത് നെക്സ്റ്റ് ഒരു പീച്ച് കളർ, ഇതിലേക്ക് ഒരു മൗ ടോണാണ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് വർക്ക് വരുന്നത് ഒരു മൗ ടോണാണ്. മൗ ലാവൻഡർ ആ ഒരു കളർ കോമ്പിനേഷൻ. ഇതൊരു ഗോൾഡൻ ചിക്കു കളറിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഈ ഒരു കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത്.
ഇതൊരു പൗഡർ പിങ്ക് ലാവൻഡർ മിക്സായി വന്നിട്ടുള്ള ഒരു കളറാണ്. ഒരു ഡാർക്ക് പീച്ച് കളറിലേക്കാണ് കോൺട്രാസ്റ്റ് വർക്ക് വരുന്നത്. ടെസർ സാരിയിലൊക്കെ വരുന്ന ഒരു പ്രൗഡി ഉള്ള ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ആ നാച്ചുറൽ ടെസറുകളെ തന്നെ നമ്മൾ ഓരോരോ കളർ കോമ്പിനേഷൻസിലേക്ക് ഡൈ ചെയ്തിട്ട് വരുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരീസാണ്. ഇത് ബോഡി പാർട്ട് ഒരു ഗ്രേ കളറാണ് വരുന്നത്. ഈ ഗ്രേ കളറിലേക്ക് തന്നെ ഒരു മസ്റ്റർഡ് കളറിലേക്കാണ് കോൺട്രാസ്റ്റ് വർക്ക് വരുന്നത്. ഇതാണ് ബോഡി പാർട്ട്. ഇതാണ് മുന്താണി വരുന്നത്. ഈ ഒരു സെയിം കളറിൽ തന്നെ വന്നിട്ടുള്ള കോൺട്രാസ്റ്റിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ഇതും ഒരു ചിക്കു കളറിൽ തന്നെ, ചിക്കു ക്രീം ആ ഒരു കളറിലേക്ക്. ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് വരുന്നത്. ടെസർ സാരിയിലൊക്കെ വരുന്ന നമ്മുടെ സ്കിൻ കളറിനോട് ചേർന്ന് പോകുന്ന നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ വരുന്ന മെറ്റീരിയൽസിന് അത്രയും പ്രൗഡിയോട് കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വളരെ ക്ലാസി ആയിട്ടുള്ളൊരു കളറാണ്. എല്ലാം തന്നെ ഒരു ഡിസൈനർ കോൺസെപ്റ്റിൽ ചെയ്യിപ്പിച്ചെടുത്ത സാരീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരേ സാരി ഒരു കളറിൽ ഒരു കളർ കോമ്പിനേഷൻസിൽ ഒരേ സാരീസാണ് വന്നിരിക്കുന്നത്. ഇതൊരു കോഫി ബ്രൗൺ കളറിലേക്ക്, നാച്ചുറൽ ടെസറിൻ്റെ തന്നെ കളർ വരുന്ന കോമ്പിനേഷനാണ് കോൺട്രാസ്റ്റ് വരുന്നത്. ഇത് ഓൾ ഓവർ ബോഡി ഇങ്ങനെ തന്നെ വരുന്നതും കൊണ്ട് തന്നെ നല്ല ഒരു റിച്ച്നെസ് ആണ് ഈ സാരി ഉടുക്കുമ്പോഴും. ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ട് സ്കാലപ്പ് വർക്ക് ഇങ്ങനെ വരുന്നു. ഒരു ടീൽ ബ്ലൂ കളറിലാണ് ബോർഡർ വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ്. ഇത് ബോഡി കളർ ആ ഒരു ബ്രൗൺ കളർ തന്നെ വന്നിട്ട് ഡാർക്ക് ചിക്കു കളറാണ്, ഡാർക്ക് പീച്ച് കളറാണ് കോൺട്രാസ്റ്റ് വരുന്നത്. ഈ ഒരു കളർ തന്നെ ഇതിലേക്ക് വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ഒരു ഡാർക്ക് ചിക്കു ബ്രൗൺ ആ ഒരു കോമ്പിനേഷൻ. ഇതൊരു ഡാർക്ക് ചിക്കു കളർ കോമ്പിനേഷനാണ്. ഒരു ഡാർക്ക് ചിക്കു ഗോൾഡൻ ആ ഒരു കോമ്പിനേഷൻ വരുന്നു. 9.5 മീറ്ററിലേക്ക് ഈ ഒരു വർക്ക് വരുന്നു. 1 മീറ്റർ തന്നെ ടെസറിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് വരുന്നു. ബ്ലൗസിലോട്ട് നമ്മളുടെ ഓരോരോ ക്രിയേഷൻസൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഭംഗിയും പ്രൗഡിയും നിറഞ്ഞ കളേഴ്സുകളുമാണ്. ഇതും ടെസർ സാരിയുടെ തന്നെ ഒരു അപൂർവമായിട്ടുള്ള കളർ കോമ്പിനേഷൻസിൽ പെട്ടതാണ്. ഒരു വൈൻ, ഡാർക്ക് ബ്രൗൺ, അതൊക്കെ ഇങ്ങനെ കോമ്പിനേഷൻ വന്നിട്ടുള്ള വളരെ റെയർ ആൻഡ് യുണീക്കായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. പീച്ച് കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു കോൺട്രാസ്റ്റിൽ സെയിം ചേർന്ന് പോകുന്ന തന്നെ ബ്ലൗസ് പീസ്. ഇത് ഗ്രീൻ്റെ ഒരു പുതിയ വെർഷനായിട്ടുള്ളൊരു കളറ്. പച്ച കളറിനേലും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള
ഇതാണ് മുന്താണി വരുന്നത്. ഒരു ഗോൾഡൻ ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സാരീസ് ടെസറിൽ വന്നിട്ടുള്ള ഡിസൈനർ കോൺസെപ്റ്റിൽ മെഷീൻ വർക്ക് വന്നിട്ട് 9.5 മീറ്ററിലേക്ക് ഈ ഒരു സ്കാലപ്പും ഒരു ത്രെഡ് വർക്കും കൂടെ വന്നിട്ട് ഈ ത്രെഡ് വർക്കിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള കോൺട്രാസ്റ്റിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസുമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇതുപോലുള്ള ഫ്രഞ്ച് നോട്ടിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ടെസറിൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.